നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. അവിടെ രസകരമായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇരുമ്പുഴി കിഴക്കേക്കരയിൽ സിറ്റി ടൈഗേഴ്സ് ക്ലബ്ബ് ചിക്കൻ മജ്ബൂസ് തയ്യാറാക്കുന്നുണ്ട്. ചിക്കൻ മജ്ബൂസ് സ്പെയിൻ ജയിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയായിരിക്കും. മുബഷീർ ഉണ്ട് നമുക്കപ്പം. മുബഷീർ പി അക്ബർ അവിടെ ചിക്കൻ മജ്ബൂസ് തയ്യാറാക്കുന്നു. എന്താണ് ഈ ചിക്കൻ മജ്ബൂസ്? ചിക്കൻ മജ്ബൂസ് വിളമ്പി ആഘോഷിക്കാൻ പോവുകയാണ് മലപ്പുറം ഇരുമ്പുഴി കിഴക്കേക്കരയിലെ സിറ്റി ടൈഗേഴ്സ് ക്ലബ്ബ് ആരാധകർ. വലിയ ആവേശമാണ് ഇതാ ഇവിടെ അരുൺകുമാർ ചെമ്പ് തയ്യാറാക്കുന്നുണ്ട്, അതിൽ ഭക്ഷണം വേവിക്കുന്നുണ്ട്. ഏകദേശം 100-ലധികം ആളുകൾക്ക് അല്ലെ നിങ്ങളെ പണ്ടാരി? ഈ മജ്ബൂസ് അല്ലെ നമ്മൾ ഉണ്ടാക്കണേ? മജ്ബൂസും മധൂത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് പറഞ്ഞാല് ഒന്ന് സൗദിയാണ്, ഒന്ന് ദുബായി ആണ്. അതാണ് വ്യത്യാസങ്ങള്. അത് ചോദിച്ചിരുന്നു. മജ്ബൂസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. മജ്ബൂസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മസാല തന്നെയാണ് അതിന്റെ പ്രത്യേകത. അത് ഞാൻ അവിടുന്ന് പൊടിച്ചുകാണ്ട് കൊടുക്കുന്നതാണ്. അതാണ് ഇവിടെ സിറ്റി ടൈഗേഴ്സ് ക്ലബിന്റെ സംഘാടകരുണ്ട് അല്ലെ? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് വലിയ ആവേശമാണ്. ഈ ഫൈനലിന് വേണ്ടി നമ്മൾ കാത്തിരുന്നതല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് ഇവിടെ ബിഗ് സ്ക്രീനിൽ ഒരുക്കുന്നത്. അപ്പൊ അത്രയും ആളുകളോട് കളി കാണാൻ ഇപ്പോൾ എല്ലാ കളികളും വരുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ്. നമ്മുടെ ടീം തോറ്റുപോയി, എന്നാലും പ്രശ്നമല്ല. എത്ര ഗോൾ? 3-1. എന്തായാലും തൂക്കും, അർജന്റീന തൂക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ തോറ്റാലും ജയിച്ചാലും നിങ്ങൾ ഈ മജ്ബൂസ് തിന്നാൻ ഇവിടെ ഉണ്ടാവും. അർജന്റീന ഞങ്ങൾ ഇപ്പൊ വിളമ്പോ കളിന്റെ മുന്ന് വിളമ്പോ എല്ലാവർക്കും കൊടുക്കും. ബ്രസീലുകാർക്ക് ഞങ്ങൾ 2 കോരി ഏറെയും കൊടുക്കും. അതെ, മനസ്സില്ലേ? എവിടെ സ്പെയിൻ? സ്പെയിൻ ഇങ്ങോട്ട് വരും. സ്പെയിൻ ആരാധകരുണ്ട് അരുൺകുമാർ. സ്പെയിനിന്റെ വലിയ ഫ്ലക്സും വെച്ചിട്ടുണ്ട് അവിടെ. നിങ്ങളുടെ പേരെന്താ? അനീസ്. എത്ര ഗോളിലേക്ക് സ്പെയിന്? 4-1. എന്ന് മുതൽ സ്പെയിനിന്റെ ഫാനാ? ഇക്കൊല്ലം മാത്രം, ഇപ്രാവശ്യത്തെ ലോകകപ്പിലാണോ അതോ പണ്ട് മുതലേ സ്പെയിൻ? കളി കാണുന്ന മുതലേ സ്പെയിനാ. നിങ്ങൾ ഒറ്റക്ക് വെച്ച ഫ്ലക്സ് ആണോ അതോ ഇവിടെ വേറെ? 8 പേരുണ്ട്. ഈ വർഷം 8 പേരുണ്ട്. സ്പെയിനും അർജന്റീനയും ബ്രസീലൊക്കെ ഉണ്ടെങ്കിലും മജ്ബൂസ് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭക്ഷണം മെയിൻ ആയിട്ട് ഉണ്ടാക്കിയത്. കാരണം ഈ ഒരു വേൾഡ് കപ്പിലൂടെ നിങ്ങൾ എല്ലാവരും ഫാൻ ഫൈറ്റ് ചെയ്തിട്ടും ഭയങ്കര നല്ല രീതി അടിപിടി കൂടിയുണ്ട്. പക്ഷെ എല്ലാവരും അവസാനത്തിൽ ഇത് ഒറ്റക്കെട്ടായി ഒരുമിച്ച് കളി അവസാനിപ്പിക്കും. ഗംഭീരം. അപ്പോൾ മജ്ബൂസ് ഒക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ വേറൊരു കൗതുകരമായ കാര്യം വരുന്നുണ്ട് കേട്ടോ. മെസ്സിയുടെ പേരിൽ സൂക്താർച്ചന വഴിപാട്. സൂക്താർച്ചനയും മെസ്സിയും തമ്മിൽ എന്ത് ബന്ധവും നമുക്ക് മനസ്സിലാവുന്നില്ല. തമാശ എന്തെന്ന് വെച്ചാലേ ഏത് നാളിലാണ് ജനിക്കുന്നത്? ഉത്തര നക്ഷത്രത്തിൽ. മെസ്സി ജനിച്ചത് മെസ്സി ഉത്തര നക്ഷത്രത്തിലാണോ ജനിച്ചത്? ആ ദിവസമൊക്കെ കണക്കൂട്ടിയിട്ടുണ്ടാവും. ലാറ്റിൻ അമേരിക്കയിൽ ഉത്തരവില്ല എന്നുള്ള കാര്യം പാവപ്പെട്ട ചകാതിക്ക് അറിയില്ലല്ലോ. പണ്ടൊരു കോമഡി പറയുന്നത് മെസ്സി എന്നൊരു സ്റ്റാർ അല്ലേ എന്ന് പറയുന്നത്. അതെ, അതാണ് പോയി ഉത്തര നക്ഷത്രം മെസ്സി എടുത്ത് പോയി പറയുമോ, മെസ്സി പോയി ഉത്തര നക്ഷത്രത്തോട് പറയുമോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം 2 സ്റ്റാർ ആണല്ലോ. അപ്പോ പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ മെസ്സിയുടെ പേരിലാണ് വഴിപാട്. പെരിങ്ങര സ്വദേശിയായ രമേശാണ് വഴിപാട് നടത്തുന്നത്. അച്ചോടാ കാര്യമില്ല. അപ്പോ പ്രേക്ഷകരെ ഇനി എവിടെയാണോ കൂടോത്രമുള്ളത് അത് വേറെ. അപ്പൊ കൂടോത്രത്തിലാരും പറഞ്ഞപ്പോഴാ ഇവിടെ അപ്പൊ ചെറിയൊരു ഭയം എവിടെയോ ഉള്ളിൽ തട്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ അർജന്റീനയുടെ എല്ലാ കളിയിലും എപ്പോഴും എല്ലാ കാലത്തും ഉള്ളതല്ലേ.